ആട് 3. ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, വലിയൊരു ഗുണ്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ക്ലൈമാക്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴായിരിക്കും എഴുതി കാണിക്കുന്നത് ടു ബി കണ്ടിന്യൂഡ്, ആട് 3 പാർട്ട് 2 കമ്മിങ് സൂൺ, അല്ലെങ്കിൽ റോളിംഗ് സൂൺ എന്ന് എഴുതി കാണിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞത്, ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്, വലിയൊരു സംഭവം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതേ റേഞ്ചിൽ, ഇതേ ലെവലിൽ, ആ ഒരു ക്ലൈമാക്സിന് അതേ ലെവലിലാണ് അടുത്ത പാർട്ടികളുണ്ടല്ലോ. സെക്കൻഡ് പാർട്ട്, അടുത്ത പാർട്ട് കസറൊന്ന് ഉറപ്പാണ്. അതല്ലാണ്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ചിരിക്കാനുള്ള, അത്യാവശ്യം ഫണ്ണുള്ള, അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആട് 3 എന്ന പടം പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ അത്യാവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ റൺ ടൈം 3 മണിക്കൂറാണ്. ആ ഒരു 3 മണിക്കൂറിൽ നമുക്ക് നല്ല രീതിയിൽ ലാഗ് ഫീൽ ചെയ്യണ കുറേ നിമിഷങ്ങളുണ്ട്. കോമഡി, പിന്നെ ഇതിൻ്റെ വിനായകൻ്റെ പെർഫോമൻസും ജയസൂര്യയുടെ പെർഫോമൻസസും, ഇതൊക്കെ ഈ സിനിമയെ കുറേ സേവ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നാലും നമുക്ക് ലാഗ് തോന്നുന്ന കുറേ നിമിഷങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഓവറോൾ ദിസ് ഇസ് എ വെരി ഗുഡ് എൻ്റർടൈനർ, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. 1 ഉം 2 പോലെ അല്ല, ഇത് വലിയ സ്കെയിലിൽ വലിയ ബഡ്ജറ്റിലുള്ള സിനിമയാണ്. അതുകൊണ്ട് തിയേറ്റർ ഡിമാൻഡ് ചെയ്യേണ്ട സിനിമയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ഗ്യാരണ്ടി ചെയ്യേണ്ട സിനിമയാണ്. ആൻഡ് വാച്ച് ഇറ്റ് വിത്ത് എ വെരി ഗുഡ് പാക്ഡ് ഓഡിയൻസ്. PVR ചത്താൾക്കാരോട് കൂടെ പോയിരുന്ന് കാണേണ്ട സിനിമയല്ല, നോർമൽ ഓഡിയൻസിൽ നമ്മൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കാണേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കാണാൻ നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, 2015 ആട് 1 വളരെ നോർമലായിട്ട്, വളരെ സാധാ ഒരു കോമഡി പടമായിട്ട് ഇറങ്ങിയ പടമായിരുന്നു. ഇപ്പം അത് എത്തി നിൽക്കുന്നത് വലിയ ബഡ്ജറ്റിൽ, വലിയ സ്കെയിൽ, 40-70 കോടി അങ്ങനത്തെ ബഡ്ജറ്റ്. അതേപോലെ വലിയ സെറ്റപ്പിലാണ് ഈ പടം ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് ടൈം ട്രാവലിംഗ്, സയൻസ് ഫിക്ഷൻ കോൺസെപ്റ്റ് പോലും, ആ ഒരു കൺസെപ്റ്റ് പോലും അവർ വളരെ എല്ലാവരും കണക്ട് ആവുന്ന രീതിയിലാണ് ഇതിനകത്ത് അവർ കഥ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അവർക്കറിയാം ദിസ് സീരീസ് സീൻ ബൈ എവ്രി വൺ ഇൻ ഓൾ ജനറേഷൻസ്. ചെറുപ്പം മുതൽ പ്രായമുള്ളവരും ഈ ഒരു സീരീസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് മോസ്റ്റ്ലി എല്ലാവരും ഓരോന്നോരോന്നേ ബിൽഡ് ചെയ്ത് പതിയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും ആ ഒരു വേൾഡിൻ്റെ ഭാഗമാവാൻ സാധിക്കാൻ വേണ്ടിയിട്ട് 3 കാലഘട്ടമാണ് കാണിക്കുന്നത്: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ആ 3 കാലഘട്ടവും വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റ് വർക്ക് ആണെങ്കിലും, ഇതിൻ്റെ ആർട്ട് വർക്ക്, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ഇതിൻ്റെ സെറ്റ് വർക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അനീസ് നടോടിയാണ്. അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനൊക്കെ നമ്മളൊന്ന് കാണാൻ സാധിക്കും. ആൻഡ് അതേപോലെ ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റെഫി സേവിയർ ആണ്. 3 കാലഘട്ടത്തിലെയും ഓരോ ക്യാരക്ടേഴ്സിനെയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കോസ്റ്റ്യൂംസാണ്. ഫ്യൂച്ചർ ആണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും എല്ലാം കമൻറ്റബിൾ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ മിഥുൻ മാനുവൽ തോമസ്. റീസെൻറ്റ് ബെസ്റ്റ് എന്ന് പറയാം. ഗരുഡനും അതേപോലെ 5-ാം പാതിരയ്ക്ക് ശേഷം വൺ ഓഫ് ദ റീസെൻറ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മിഥുൻ മാനുവൽ തോമസ് ആയിട്ട് തന്നെ ഈ സിനിമ കണക്കാക്കാം. ബിക്കോസ് വളരെ ഫോക്കസോടെ, വളരെ പ്ലാൻ ചെയ്ത് സമയമെടുത്താണ് ചെയ്യുക. നമുക്കത് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ പെർഫോമൻസസ്, ഈച്ച് ആൻഡ് എവ്രി വൺ സ്കോഡ്. ബിക്കോസ് ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ മെമ്മറബിളായ ക്യാരക്ടേഴ്സാണ്, ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഈച്ച് ആൻഡ് എവ്രി വൺ അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ അത് കസറിയിട്ടുണ്ട്. എല്ലാവരെയും എടുത്തെടുത്ത് പറയാൻ പറ്റും. ജയസൂര്യ സൂപ്പറായിരുന്നു. അതും പാസ്റ്റും ഉണ്ട് പ്രസൻറ്റും ഉണ്ട്, 2 ക്യാരക്ടേഴ്സാണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് ബാബു രസമുണ്ടായി, സണ്ണി വെയിൻ, വിനായകൻ, സൈജു കുറുപ്പ്, ധർമ്മജൻ, ഇന്ദ്രൻസ്, സുധീ കോപ്പ, പിന്നെ ഒരു ഫോറിൻ ആക്ട്രസ് ഉണ്ട്. ഫോറിൻ ആക്ട്രസിൻ്റെ സ്ക്രീൻ പ്രസൻസും അവർ അടിപൊളിയായിരുന്നു. അലയ ബോൺ എന്നാണ് അവരുടെ പേര്. അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ രഞ്ജി പണിക്കർ, ശൃന്ദ അജുവർഗീസും ചെറിയ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ അപ്പിയറൻസ് പോലെയാണ് അവരും കമൻറ്റബിൾ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ എന്തായാലും പെർഫോമൻസസിൽ എല്ലാവരും പൊളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പ്രശ്നമുണ്ട് സിനിമയിൽ. പക്ഷെ അപ്പോഴും ഇവരുടെ പെർഫോമൻസസും ഇവരുടെ കോമിക് ടൈമിങ്ങും ഇതിൻ്റെ ഡയലോഗ് ഡെലിവറിയും എല്ലാം ഈ സിനിമേനെ കുറേ അടുത്ത് സേവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. അതേപോലെ ഷാൻ റഹ്മാൻ്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഭയങ്കര ഫോഗറ്റബിളായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ അതിനകത്ത് വേദികയുടെ കോസ്റ്റ്യൂം കൊള്ളായിരുന്നു. പക്ഷേ ഡാൻസും കൊറിയോഗ്രാഫിയും എനിക്ക് ഒട്ടും ഇതിൽ വർക്കായില്ല. പക്ഷേ പഴയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ഒരു സിനിമയിൽ വളരെ അടിപൊളിയായിട്ട് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് തന്നെ രോമാഞ്ചം തരുന്ന രീതിയിലാണ് ഇതിനകത്ത് പഴയ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോൺ വിൻസെൻ്റ് ആണ് ഇതിനകത്ത് പുതിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ്, ആ ഒരു 3 കാലഘട്ടവും 3 കാലഘട്ടത്തിൻ്റെതായ ഒരു ഡിഫറൻസിലും ഭയങ്കര ഡിഫറൻ്റായിട്ടും അടിപൊളിയായിട്ട് തന്നെ വിഷ്വൽ പരിപാടി ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എഡിറ്റിംഗ് ലിജോ പോളാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ ക്രിസ്പാക്കായിരുന്നു തോന്നി. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇഴച്ചൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ കട്ട് ഷോട്ട് കുറച്ചായിരുന്നെങ്കിൽ
കുറച്ചും കൂടെ ഒരു എൻജോയബിൾ ഫാക്ടർ കൂടിയാലും തോന്നി. എന്നാലും ദിസ് മൂവി ഈസ് ടു ബി വാച്ച് ഇൻ തിയേറ്റേഴ്സ്. കുറേ ചിരിക്കാനുള്ള സാധനമുണ്ട്, കുറേ മെമ്മറബിൾ സംഭവങ്ങളുണ്ട്. അത് അത് നമ്മൾ ഓർത്തിരുന്ന് ചിരിക്കും. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്ത് വന്നാലും ഈ പടം തിയേറ്ററിൽ പോയി കാണുക. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അബി റിവീൽസ്.